നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ ചേന. ഈ ചേന വെച്ചിട്ട് ഞാൻ നന്നായി ഒരു അച്ചാറിടുന്നുണ്ട്. ആ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചേന ചെറുതായി ഇതുപോലെ അരിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിക്കുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂട്ടിയിട്ടാണ് തിളപ്പിച്ചെടുത്തത്. അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവ, കടുക് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് മാറ്റിവെച്ചു. അതിനുശേഷം ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പില നന്നായി ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു 4 ചുള ഈത്തപ്പഴം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തു. അതിൻ്റെ വറവൊക്കെ ഒരു പാകമായി വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്തു. കാശ്മീരി മുളകാണെങ്കിൽ ഏറ്റവും ഉത്തമം. കളറിനും എരിവുണ്ടാവാതിരിക്കാനും അതാണ് നല്ലത്. ആ മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പിടുക. നല്ല ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായി അതിലൊന്ന് അലിഞ്ഞു ചേർന്നോളും. ശർക്കര വൃത്തിയുള്ളതാണെങ്കിൽ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കണേ, പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെതാ നമ്മളെ മസാലക്കൂട്ട് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സുറുക്കഞ്ഞി പോരെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഈ ഒരു അച്ചാറിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തത്. എല്ലാം ഒന്ന് പാകമായി വന്നതിന് ശേഷം പൊരിച്ചു വെച്ച ചേന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ അതിലേക്ക് ഉലുവയും കടുകും വറുത്ത് വെച്ചിരുന്നു. അത് പൊടിച്ചതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. നല്ല സ്വാദിഷ്ടമായ നല്ല അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ളതുമായ സാധനമാണ്. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. നല്ല രുചിയുണ്ട്. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് വയ്ക്കാൻ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.